കിട്ടണം, അടുത്ത വർഷം വരെ ഫുൾ എൻ്റെ ഡയറിയിൽ ബുക്കിംഗ് അറിഞ്ഞിരിക്കണം, എൻ്റെ പേര് വാൾ പോസ്റ്റർ ഇങ്ങനെ പത്രം അവിടെ റോഡ് സൈഡിലൊക്കെ വരണം. ഇതാണ് ഞാൻ ലക്ഷ്യമാക്കുന്നതെങ്കിൽ ഈ പ്രസംഗം ദീനിയായിട്ട് തോന്നും. പക്ഷേ അതുകൊണ്ട് ഇയാൾ പ്രസംഗിക്കുന്ന ആൾക്ക് ആഖിറത്തിൽ ഒരു പ്രയോജനമില്ല, അള്ളാഹിൻ്റെ തൃപ്തി കിട്ടൂല, അയാൾ അള്ളാഹുവിലേക്ക് അടുക്കൂല, മറിച്ച് അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടേ പോകും. കേൾക്കുന്ന ആൾക്കാരോ ആ കേൾക്കുന്ന ആൾക്കാരിൽ ആ കേൾക്കുന്നത് മുഖേന അള്ളാഹുവിൻ്റെ ഭയം, അവനോടുള്ള മഹബത്ത്, അവനോടുള്ള അനുസരണം ഉണ്ടാവില്ല, മറിച്ച് ഈ വ്യക്തിയോടുള്ള എന്തോ ആരാന്നറിയോ, അയാളെ പ്രസംഗം എവിടെയുണ്ട് ഞാൻ പോയി കേൾക്കും. 4 മണിക്കൂർ 5 മണിക്കൂർ ഇരുന്നാലും പ്രശ്നമില്ല, എന്താ രസം കേൾക്കാൻ, അല്ല ഇരുന്നു പോവും കേട്ടിട്ട്. അപ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ, നമ്മുടെ വായനയുടെ, നമ്മുടെ സംസാരത്തിൻ്റെ, നമ്മുടെ കേൾവിയുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമായിരിക്കണം. അള്ളാഹുവിനെ കിട്ടണം, അവനെ കരസ്ഥമാക്കണം, അവൻ്റെതായിട്ട് മാറണം, അവനെ എൻ്റെതാക്കി മാറ്റണം. അള്ളാഹുവിനെ കിട്ടിയ എല്ലാം കിട്ടി, അള്ളാഹുവിനെ കരസ്ഥമായ എല്ലാം കരസ്ഥമായി. അതിനുവേണ്ടി ലോകം മുഴുവൻ നഷ്ടപ്പെട്ടു, അള്ളാഹിനെ കിട്ടിയാൽ എല്ലാം കിട്ടി. അള്ളാഹുവിനെ കൈവിട്ട് എല്ലാം കിട്ടിയാലും ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ റബ്ബിനെ തൃപ്തി കരസ്ഥമാക്കണം, അവനിലേക്കുള്ള വഴി അറിയണം. ആ ലക്ഷ്യത്തിലായിരിക്കണം കേൾക്കേണ്ടത്, ആ ലക്ഷ്യത്തിലായിരിക്കണം പറയേണ്ടത്, ആ ലക്ഷ്യത്തിലായിരിക്കണം ചോദിക്കേണ്ടത്. ചോദ്യം നമ്മൾ ഉസ്താദ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, സംശയം ചോദിച്ചോട്ടെ, ആ ചോദ്യത്തിൽ തന്നെ മനസ്സിലാക്കാം സംശയം ഉണ്ടായിട്ട് ചോദിക്കില്ല, സംശയം ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, തൻ്റെ അറിവിനെ പ്രകടമാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഞാനൊരു ചോദ്യം ചോദിച്ച് മൗലവി സാഹിബ് ബബ്ബെന്നായിപ്പോയി, അയാൾ ആകെ വീർത്തുപോയി, അയാൾ ഭയങ്കര പ്രാസംഗികനാണ്, പക്ഷേ എൻ്റെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ആകെ ഉറച്ചു കഴിയുമ്പോൾ അതിനാ ചോദ്യം. ചോദ്യം എന്തിനാണ്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും സഹോദരന്മാരുടെയും സംഭവങ്ങളിൽ ചോദിച്ച് പഠിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെ ചോദിക്കുന്നവർക്കാണ്? എന്തിനാ ചോദിക്കുന്നത്? ഒരു ഉസ്താദിനെ കണ്ടു, ഹോട്ടലിൽ ചാടിക്കാൻ കഴിയും, ഇവിടെ നിന്ന് ഹോട്ടലിൽ കാണില്ല, ഒരു TV ഉണ്ട്, അപ്പോൾ സിനിമ അങ്ങനെ ഹിന്ദി ഫിലിം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അർദ്ധനഗ്നയായ പെണ്ണിൻ്റെ ഡാൻസ്, ക്യാമറ ഡാൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് TV-ൽ. അപ്പോൾ TV ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇയാൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇയാൾ TV കാണാതെ മുസ്ലിയാർ ഉസ്താദ് തല ചെഞ്ഞിരിക്കുകയാണ് വേറെ ഭാഗത്തേക്ക്. അടുത്തൊന്നും വേറെ ചായക്കടയില്ല, എല്ലാ കടയിലും ഇതുണ്ടും താനും. അപ്പോൾ ചായ കൊണ്ടുവരുന്ന സപ്ലയർ ചെറുപ്പക്കാരൻ ചായ കൊണ്ട് വെച്ച് അങ്ങനെ TV-യിലൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു. മൊയിലാരെ TV ആണല്ലോ ഹറാമ? അത് നോക്കിക്കൊണ്ട് തന്നെ ചോദിക്കുന്നത്. ആ ഹറാമാണ്. അതിന് റസൂലുള്ളാഹിൻ്റെ കാലത്ത് TV ഉണ്ടായിരുന്നു, സിനിമ ഉണ്ടായിരുന്നു, പിന്നെ എങ്ങനെയാണ് ഖുർആനിലെ ഹറാമാണെന്ന് വരിക, ഹദീസിലെങ്ങനെ വരിക? ഇല്ലാത്തൊരു കാര്യത്തിന്. അപ്പം ഇയാളുടെ ചോദ്യത്തിൻ്റെ ലക്ഷ്യം ഹറാമാണെങ്കിൽ പടച്ചവനെ ഇതിനെ വിട്ടൊഴിയണം, പടച്ചവനെ നരകത്തിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഹറാമാണെങ്കിൽ അത് ചെയ്യരുത്, ഹലാലാണെങ്കിൽ മാത്രം ചെയ്യണം എന്ന ഭയത്തിൽ തൻ്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, സ്വർഗത്തിൻ്റെ അവകാശിയായിട്ട് മാറണം, അതിനുള്ള വഴികൾ മനസ്സിലാക്കണം എന്ന ഉത്ബോധത്തിലല്ല ചോദ്യം വരുന്നത്. മറിച്ച് ഇയാളെ കണ്ടപ്പോൾ വരാനുള്ള തമാശ. വേറൊരാളെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല ഇപ്പോഴത്തെ അണുവായുധ കരാറിൻ്റെ വിഷയത്തിൽ നിങ്ങളെ അഭിപ്രായം എന്താ? ഇയാൾ ഏത് കക്ഷിക്കാരനാണ്, ഇയാളുടെ ഐഡിയ എന്താണ്, ഇയാൾ ഏത് സംഘടനക്കാരനാണെന്ന് അറിയണം. അല്ലാണ്ട് അണുവായുധ കരാറിൻ്റെ അത് അവന് പിന്നെ അതിന് മറുപടി പറഞ്ഞ് അയാളെ കുഴക്കി, അയാളെ വട്ടം കറക്കി. അപ്പോൾ ചോദ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എന്തിനാ ചോദിക്കുന്നത്? ചോദ്യം എപ്പോഴാണ് പ്രയോജനപ്പെടുന്നത്? ഉള്ളിനുള്ളിൽ നിന്ന് ഭയം, പേടി, പടച്ചവനെ എനിക്ക് നരകത്തിൽ പോയി കൂടാ, നരകത്തിൻ്റെ കത്തിയാളെന്ന തീ എനിക്ക് സഹിക്കാൻ പറ്റൂല, അള്ളാഹു ഒരുക്കി വെച്ച അവൻ്റെ ദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗത്തിൻ്റെ അവകാശിയാകണം, അതിന് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ അറിയണം, അതിനുവേണ്ടി താഴ്മയോടുകൂടി വിനയത്തോടുകൂടി പോയി ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് അമൽ ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഈ ഇരുത്തത്തിൻ്റെ ലക്ഷ്യം എന്തിനായിരിക്കണം? റമദാൻ മാസമല്ലേ, തറാവീഹിന് ശേഷം കുറേ ഇരിക്കാം, കേൾക്കാം, കേട്ടുകൊടുക്കാം. ഏതായാലും നമ്മളൊന്ന് പോയിരുന്ന് കേട്ടുകൊടുക്കാം. ആർക്ക് കൊടുക്കാം? കേട്ടിട്ട് ആ മൊയിലാരോർക്ക് ഒരു ഉപകാരം ചെയ്യാം. അല്ലെങ്കിൽ പള്ളീൻ്റെ ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞ് പാവന്മാർക്കൊക്കെ ഓടി വന്ന് ഇരിക്കണം.
ആരുമില്ല ഞാൻ മോശമല്ല. അപ്പം നമ്മളൊന്ന് ഇരുന്ന് കൊടുക്കുക. അപ്പം ഇരുന്ന് കൊടുക്കുക. ഈ കേൾവി കൊണ്ട് ഒരു പ്രയോജനമില്ല. നാളെ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എപ്രകാരം വുളൂ ഇല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല എന്ന് മാത്രമല്ല, വുളൂ ഇല്ലാതെ നിസ്കരിക്കൽ ഹറാമും കൂടിയാണ്, ശിക്ഷയാണ്. വുളൂ ഇല്ലാണ്ട് ഒരാൾ നിസ്കരിച്ചാൽ, ഔറത്ത് മറക്കാതെ നിസ്കരിച്ചാൽ, ഖിബില തെറ്റി നിസ്കരിച്ചാൽ അയാൾക്ക് ശിക്ഷ കിട്ടും, കൂലിയില്ല. പിന്നെ നിസ്കരിക്കാത്ത കൂലിയും. ളുഹറാന്ന് പറഞ്ഞാൽ നിയ്യത്തൊക്കെ വെച്ച് നിസ്കരിച്ചു, എല്ലാം ഭയങ്കര നല്ല ഓത്തുമൊക്കെ ആയിരുന്നു, പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തുണ്ടാവും, അവന് ആ നിസ്കരിച്ചില്ല എന്നുള്ള കുറ്റവും രണ്ടാമത്തേത് ഒന്നും ഇല്ലാതെ നിസ്കരിച്ച കുറ്റവും, രണ്ട് ശിക്ഷ. അപ്പം ഇതുപോലെ നമ്മളുടെ എൽമിൻ്റെ മജ്ലിസിൽ ഏത് നിയ്യത്തിലിരിക്കണം, എന്തായിരിക്കണം നമ്മൾ ഇരിക്കാനുള്ള പ്രചോദനം? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിന്നെ ആ അമൽ ചെയ്യാൻ പ്രേരിപ്പിച്ച പ്രചോദനം, പ്രേരകം എന്താണ്? അല്ലാണ്ട് ഇങ്ങനെ നാവുകൊണ്ട് പറയലല്ല. ഇപ്പം ഹജ്ജിന് പോണ്, ഹജ്ജിൻ്റെ നിയ്യത്ത് എന്താണ്? നവൈത്തുൽ ഹജ്ജ വഅഹറംതു ബിഹി ലില്ലാഹി തആല, ഞാൻ ഹജ്ജിന് വേണ്ടി ഉദ്ദേശിക്കുകയും നിയ്യത്ത് വെക്കുകയും അതിനായിട്ട് ഹറാമിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇതാണ് നിയ്യത്ത്. ഇത് നിയ്യത്തിൻ്റെ വാക്കുകളാണ്. പക്ഷെ നിന്നെ ഹജ്ജിന് പോകാൻ പ്രേരിപ്പിച്ച പ്രേരകം എന്താണ്? എന്തിനാണ് നീ ഹജ്ജിന് പോകുന്നത്? പടച്ചവനെ മുസ്ലിമായി മരിക്കണമെങ്കിൽ എപ്രകാരം ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ ഷഹാദത്ത് കലിമ ചൊല്ലൽ നിർബന്ധമാണോ, അതുപോലെ നിസ്കാരം നിർബന്ധമാണോ, നോമ്പ് നിർബന്ധമാണോ, സക്കാത്ത് നിർബന്ധമാണോ? ഇതുപോലെ 15 വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ, പോയി വരാനുള്ള ശേഷിയും ഉണ്ടായിക്കഴിഞ്ഞാൽ, ആരോഗ്യവും സാമ്പത്തിക ശേഷിയും ഉണ്ടായാൽ 15 വയസ്സിൽ ഹജ്ജ് ഫർദായി. അത് നിർവഹിക്കാതെ 16-ാമത്തെ വയസ്സിലേക്ക് 17-ാമത്തെ വയസ്സിലേക്ക് നീട്ടിവെക്കുകയും ആ 17-ാമത്തെ വയസ്സിൽ മരിച്ചു പോവുകയും ചെയ്താൽ അവൻ യഹൂദിയായിട്ടോ നസ്രാനിയായിട്ടോ മജൂസിയായിട്ടോ മരിച്ചോട്ടെ, അവ മുസ്ലിമായി മരിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവ എന്തിനാണ് ഹജ്ജിന് പോകുന്നത്? എനിക്ക് മുസ്ലിമായിട്ട് മരിക്കണം. ആ ഉദ്ദേശത്തിലാണോ പോകുന്നത്? ഒരു പൂതി വന്നു, കുറച്ച് വയസ്സൊക്കെ ആയി, ഒരുപാട് പാവങ്ങളൊക്കെ ചെയ്ത്, ഇനി ടി വിൻ്റെ മുമ്പിൽ പോയിരുന്നാൽ സിനിമ കാണാൻ ഉദ്ദേശിച്ചാൽ നോക്കിയാൽ കാണൂല, കാഴ്ച കുറഞ്ഞു, കേട്ടാൽ കേൾവി കുറഞ്ഞു, നടക്കാൻ ശേഷിയില്ല, കൈകാലുകൾക്ക് സ്വാധീനമില്ല, വയസ്സായി, പേരക്കുട്ടികളെ വരെ കെട്ടിച്ചു. ഇപ്പോഴാണ് മൂപ്പർക്കൊരു ചെറിയ മോഹം. പിന്നെ കാണുന്നവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, അല്ല നിങ്ങൾ ഹജ്ജിന് പോണില്ലേ, നിങ്ങളെ മക്കൾ ഗൾഫിലുണ്ടല്ലോ, കത്ത് എഴുതുമ്പോൾ എഴുതിക്കോളി, ഫോൺ ചെയ്യുമ്പോൾ കരഞ്ഞൂടി, അങ്ങനൊക്കെ അല്ലേ നടക്കുക. അങ്ങനെ മക്കൾ വന്നാലോ കണ്ടാലോ, ഉമ്മനൊന്ന് ഹജ്ജിനയച്ചൂടെ, വാപ്പനൊന്ന് ഹജ്ജിനയച്ചൂടെ, എല്ലാവരും ചോദിക്കണം. അപ്പോൾ എല്ലാവരും ചോദിക്കണം, വയക്കന്നെ കടവും കളിയും വാങ്ങിയിട്ട്. പിന്നെ നമ്മളൊക്കെ തറവാട്ടുകാരാണ്, നമ്മുടെ വീട്ടിൽ അരച്ചും ഇടിച്ചും ഒക്കെ ജീവിച്ചിരുന്ന, ഓലമേഞ്ഞ വീട്ടിൽ താമസിച്ചിരുന്ന ആമിനയും ആമിനിൻ്റെ ഭർത്താവും ഒക്കെ, അവരെ മക്കളൊക്കെ ഗൾഫിൽ പോയി വീടൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ അവരൊക്കെ ഹജ്ജിന് പോയി, എളാമ്മൻ്റെ മക്കൾ പോയി, അമ്മായിൻ്റെ മക്കൾ പോയി, എല്ലാവരും പോയി. നമ്മൾ മാത്രം പോയില്ലെങ്കിൽ മോശമാണ്. ഒരു കല്യാണത്തിനും തക്കാരത്തിനും പോകാൻ കഴിയാണ്ടായിക്കണ്. പോകുന്നിടത്തൊക്കെ നിങ്ങൾ പോകണില്ല ഹജ്ജിന് മോശമായിക്കണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പോവന്നെ. ഇതാണോ നിന്റെ ഹജ്ജിനെ പ്രേരിപ്പിച്ചത്? എന്തിനാണ് നീ ഹജ്ജിന് പോകുന്നത്? എന്തിനാണ് നീ നിസ്കരിക്കുന്നത്? എന്തിനാണ് ഇൽമിൻ്റെ മജ്ലിസിൽ നീ പങ്കെടുക്കുന്നത്? ഒരാളെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു, എന്തിനാണ് നീ പുഞ്ചിരിച്ചത്? ഒരു പിതാവിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ അവന് സുന്നത്തായ ഒരു ഹജ്ജ് നിർവഹിച്ച കൂലി അള്ളാഹു കൊടുക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അത് എപ്പോഴാണ് അള്ളാഹിൻ്റെ തൃപ്തി മാത്രം. പഠിച്ചവനെ, എൻ്റെ വാപ്പ എൻ്റെ സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. ആ വാപ്പായുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടുകൂടി പുഞ്ചിരിക്കൽ ഹജ്ജ് കിട്ടുന്നതിന് കാരണമായ അമലാണ് എന്ന നിയ്യത്തോടുകൂടി, ആ ലക്ഷ്യത്തിൽ മാത്രം, വാപ്പായോടുള്ള മഹബത്തിൽ അള്ളാഹിൻ്റെ തൃപ്തി കിട്ടണം, ഹജ്ജ് ചെയ്ത കൂലി സുന്നത്തായ കൂലി കിട്ടണം എന്ന ആ പരമമായ ലക്ഷ്യത്തിൽ മാത്രമാണ് പുഞ്ചിരിക്കുന്നത്. ആ പുഞ്ചിരി കൊണ്ടൊരു സുന്നത്തായ ഹജ്ജിൻ്റെ കൂലി. പക്ഷേ വാപ്പാൻ്റെ അടുത്ത് വരുമ്പോൾ അസ്സലാമു അലൈക്കും പുഞ്ചിരിച്ചുകൊണ്ട് വന്നു. അപ്പാക്ക് അപ്പം തന്നെ മനസ്സിലായി, സാധാരണ പുഞ്ചിരിക്കാത്തവൻ എന്തോ വെട്ടിപ്പിനുള്ള ഉദ്ദേശമാണ്. എന്താണ് പിന്നെ എനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങണം, എല്ലാവരുടെ അടുത്തുണ്ട് ക്യാമറയുള്ള ഡിജിറ്റൽ മൊബൈൽ, അതിനോട് അപ്പം എനിക്ക് നല്ല പുഞ്ചിരി കണ്ടപ്പോഴേ മനസ്സിലായി
ഉദ്ദേശം അത്.